ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എൻ്റെ കയ്യിൽ രണ്ട് സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം JBLൻ്റെ ലൈവ് 780 NCയും, അതാണ് ഈ സാധനം കേട്ടോ. ഇത് രണ്ടിനും, അതായത് പിന്നെ ഒരെണ്ണം JBLൻ്റെ ലൈവ് ബീം 4. ഇതിലും 7 കളറുണ്ട്, ഇതിനും 7 കളറുണ്ട്. പർപ്പിള്, ഓറഞ്ച്, കറുപ്പ് എന്ന് പറയണ്ട, 7 കളറുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചേക്കാം. രണ്ടും പൊളി, ഒരേ പ്രൈസാണെന്ന് തോന്നുന്നു. രണ്ടിനും ഏകദേശം ഒരേ പ്രൈസാണ്. ഇത് 15,999, ഇതും 15,999 ആണെന്നാണ് തോന്നുന്നത്. രണ്ടും മൈജിയിൽ അവൈലബിൾ ആണ്. മേടിക്കേണ്ടവർക്ക് അവിടെ പോയി മേടിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ മേടിക്കാം. ഫ്ലിപ്കാർട്ടിലൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. വരും, എന്താണെങ്കിലും വരും. നിങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഡിയോ പരിപാടി വേണം എന്നോ, അതായത് നല്ല മ്യൂസിക് കേൾക്കണം, നല്ല കോൾ ക്ലാരിറ്റി വേണം, ഒരുപാട് ഫീച്ചേഴ്സ് വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അല്ലാതെ ഒരു വില കുറഞ്ഞ ബഡ്ജറ്റ് പരിപാടിയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതല്ല. എന്നെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാശുണ്ടാക്കി നല്ലൊരു കിടിലം ഹെഡ്സെറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പോക്കറ്റ് മണിയിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഹെഡ്സെറ്റ്, ഓവർ ദ ഹെഡോ അല്ലെങ്കിൽ TWSO വേണമെന്നുള്ളവർക്ക്, അത് നിങ്ങൾ JBLൻ്റെ ഫാൻ ആണെങ്കിൽ നിങ്ങൾ JBLൻ്റെ ഫാൻ ആവണം നല്ലതാണ്. അവന്മാർ സൗണ്ട് സിഗ്നേച്ചർ ചെയ്യണമുണ്ടല്ലോ, കിടിലാണ്. ഈ ഹാർമൻ എന്ന് പറയണത് അമ്മരെ തൊഴിലില്ല. ഈ ഹാർമൻ എന്ന് പറയുന്ന കമ്പനിയുടെ തൊഴിലെന്ന് തന്നെ ഈ എല്ലാ ദിവസവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള മ്യൂസിക് സൗണ്ടിങ് ഏതാണ്, ഇക്വലൈസർ ഏതാണെന്ന് റിസർച്ച് ചെയ്യുന്നവന്മാരാണ് ഈ ഹാർമൻ. അപ്പോൾ അവരെയൊക്കെ ടീമുകളാണ് ഈ JBL സാംസങ്ങിൻ്റെയാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ ഇവന്മാരെ പുതിയ 2 സാധനങ്ങളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ആൻഡ് ആദ്യം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്കിതിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ആപ്പിലോട്ട് പോകണം. ഓക്കെ, പിന്നെ LDAC സപ്പോർട്ട് വരുന്നുണ്ട്. 6 മൈക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, 6 മൈക്ക്, അതായത് ഫോൺ ചെയ്യാനൊക്കെ ആയിട്ടല്ല. ഇപ്പോൾ സൂം മീറ്റിംഗ്, ഫോൺ കോള് എല്ലാം ജില്ലാണ്. വേറെ കിടിലം പരിപാടികളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതിൽ 10 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവേഴ്സാണ് വരുന്നത്. 10 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറിൽ എന്ത് മാജിക്കാണ് JBL ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെടിക്കട്ട് സൗണ്ടാണ്, നല്ല വോളിയവും പൊളപ്പം ബേസും, കിടിലം വോക്കൽ സെപ്പറേഷനും ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷനും എന്ന് പറയണ്ട. ഈക്വലൈസർ ചെയ്യുമ്പം എങ്ങനെയാണ് അവന്മാർ സിംഗിൾ ഡ്രൈവറിൽ ഈ ലെവലിൽ അവന്മാർക്ക് അത് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ ഓരോരുത്തന്മാർ ഡ്യുവൽ ഡ്രൈവറും മറ്റതും പ്ലാനറും ട്വിറ്ററൊക്കെ വെച്ചിട്ട് പോലും പറ്റാത്തത് JBL വെറും സിംഗിൾ ഡ്രൈവറിൽ പുഷ്പം പോലെ ചെയ്യണുണ്ടേ. ഒന്നും എന്ത് രസമോടെ. പിന്നെ ഇവൻ്റെ പെട്ടി ഞാൻ അടുത്ത് പാക്ക് ചെയ്ത്, ഈ പെട്ടിയിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതാണ് ഈ JBL 2 കാര്യങ്ങൾ എടുത്തു പറയുന്നത്. അതായത് ഇതാണ്, ഫോർ എക്സാമ്പിൾ ഈ സാധനത്തിൻ്റെ പെട്ടിയാണ്. ഇവിടെ തന്നെ ട്രൂ ANC പെർഫെക്റ്റ് കോൾ 2.0 2 മൈക്കാണ് വരുന്നത്. പക്ഷേ ഇതിൽ ഏകദേശം ഒരു 4 മൈക്ക് ഞാൻ കണ്ട്. അത് ചിലപ്പം ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനൊക്കെ വേണ്ടിയായിരിക്കും അതർ 2 മൈക്ക്. പക്ഷേ 2 മൈക്കാണ് കോളിന് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് 6 മൈക്കാണ് വരുന്നത്. അതായത് 3, 3, 6. ഇതിൽ 3, ഇതിൽ 3, അങ്ങനെ. സ്പേഷ്യൽ ഓഡിയോ സൗണ്ട്, സ്പേഷ്യൽ ഓഡിയോ അല്ല, ഫേഷ്യൽ സൗണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണിഫൈ 3.0 സ്പേഷ്യൽ സൗണ്ട്, ANC കൺട്രോള് ഇത് വരുവേ. എന്നിട്ട് ഇതാ അവിടെ ബ്ലൂടൂത്ത് വെർഷൻ 6 ആണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ചാർജ് ചെയ്താൽ 4 മണിക്കൂർ പ്ലേ ബാക്ക്. ANC ഇട്ട് കഴിഞ്ഞാൽ 50 മണിക്കൂർ കിട്ടും. ANC ഓഫ് ആണെങ്കിൽ 80 മണിക്കൂർ കിട്ടും. പിന്നെ ഇത് മടക്കാൻ പറ്റും എന്നിവിടെ കാണിക്കുന്നുണ്ട്. ചാർജിങ് കേബിൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചാർജിങ് ഓക്സിലറി കേബിൾ Type-C to ഓക്സിലറി കേബിൾ ഇതിൻ്റെ അകത്തുണ്ട്. Type-Cയുടെ കണക്ഷനാണ്. ഫാസ്റ്റ് ബെയറിംഗ് ഉണ്ട്. LDAC സപ്പോർട്ടുണ്ട്. ഓറാ കാസ്റ്റ് വരുന്നുണ്ട്. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി വരുന്നുണ്ട്. കോമ്പാറ്റബിൾ വിത്ത് JBL സ്മാർട്ട് TX. അതെന്ന് പറഞ്ഞിട്ടൊരു എക്യുപ്മെൻ്റാണ് സ്മാർട്ട് TX എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് നമ്മുടെ ഫോണിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ലോ ലേറ്റൻസി, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അതായത് കുറച്ചും കൂടെ ലേറ്റൻസി കുറയുന്ന ഒരു സാധനമാണ്, ഒരു എക്യുപ്മെൻ്റാണ് ഈ പറയുന്ന JBL സ്മാർട്ട് TX എന്ന് പറഞ്ഞ സാധനം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ പെട്ടിയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ 10 Hz to 40 kHz ഫ്രീക്വൻസിയെ 40 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറിനും എല്ലാം എന്താണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കിടിലം പെട്ടി. ഇതുപോലെ പെട്ടി ഉണ്ടാക്കണത് ആകെ JBL ആണ്. അതേപോലെ JBLൻ്റെ ഈ ആപ്പ്, JBL ഹെഡ്ഫോൺസ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. എവിടെയാണ് അത്? ഇതാണ് JBL ഹെഡ്ഫോൺസ്. ഈ ആപ്പ് ഇസ് ദ പെർഫെക്റ്റ് ആപ്പ്, ഞാൻ അങ്ങനെ പറയും.
ദി മോസ്റ്റ് പെർഫെക്റ്റ് TWS ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JBL ആപ്പാണ്. സത്യമായിട്ട് ഞാൻ പറയണതാണ്. നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വേണമെങ്കിൽ ഞാൻ വന്നിരുന്ന് തള്ളണമല്ല. JBL യൂസ് ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് ബാക്കപ്പ് ചെയ്യുക. ഞാൻ ഒരുപാട് TWS യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. ഈ ആപ്പ് തരുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഒട്ടും കൺഫ്യൂസിങ് അല്ലാത്ത രീതിയിലാണ്, പക്കയാണ്. അതുകൊണ്ട് ആദ്യം എനിക്കത് പറയാനുള്ളതാണ്. ആൻഡ് നമുക്ക് ആദ്യം ലൈവ് ബീം 4 നോക്കാം. ഇതിൽ ഒരുപാട് കിടിലം, ഞാൻ പറയില്ല, നല്ല കിടിലം ഏജൻസിയാണ്. അത്യാവശ്യം 55 dB എത്രയാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ നോയിസ് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ട്. മറ്റേ അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, അതായത് നമ്മുടെ സറൗണ്ടിങ് അനുസരിച്ചിട്ട് വരുന്ന നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പെട്ടിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഡിസ്പ്ലേ ഒക്കെ പറഞ്ഞൊരു പെട്ടിയാണ്. ഇതിങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കൺട്രോൾ ചെയ്യാം. നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാം. ANC കൺട്രോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതും വരുന്നുണ്ട്. എന്തായിരുന്നു, ഇക്വലൈസർ വരുന്നുണ്ട്. പിന്നെ മോളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷനും കാണാം കേട്ടോ. ഫോണിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മളെ ഇഷ്ടം അനുസരിച്ച് സെറ്റപ്പ് ചെയ്യാം. ആൻഡ് എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ഫോട്ടോയൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് മൊബൈൽ ആപ്പ് വഴിയാണ് ചെയ്യാനുള്ളത്. വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിന് ഏകദേശം അതായത് ഈ പെട്ടിയും ഇതും എല്ലാം കൂടെ ഉൾപ്പെടെ 48 മണിക്കൂർ ചാർജ് നിൽക്കും. അതിൽ 12 മണിക്കൂറാണ് ഫുൾ ചാർജ് ചെയ്യുമ്പം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ ചാർജ് ചെയ്യുമ്പം 12 മണിക്കൂർ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് ബഡ്സ്. കാണാനൊക്കെ മുട്ട ലുക്കാണ്. നല്ലൊരു നല്ലൊരു വലിയ അകത്തിരിക്കുന്ന ഡ്രൈവർ അത്യാവശ്യം കിടിലമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല കിടിലം ANC ആണ് വരുന്നത്. നമുക്ക് 6 മൈക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ സാധനവും എന്താണ് പറയണം, കോൾ ക്ലാരിറ്റിയും പൊളി തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. എവിടെ സ്ക്രീൻ ഷെയർ? ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു മെനു. ഇവിടെ നമുക്ക് ANC തന്നെ അഡാപ്റ്റീവ് ANC വരുന്നുണ്ട്. ANC ലെവൽ ഇതേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓട്ടോ കോമ്പൻസേഷനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആംബിയൻ്റ് അവെയർനെസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആംബിയൻ്റ് അവെയർനെസ്സാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു മുഴക്കം പോലെ ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ടോക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഇവിടെ നമ്മുടെ വോയിസ് എൻഹാൻസ് ആവും. ആംബിയൻസ് അവയർനെസ്സിനെ ഇവിടെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരാൾ വന്ന് സംസാരിക്കുന്നു, വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. അവർ പറയുന്നതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ വോയിസ് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചാർജിങ് കേസിൻ്റെ ഇതാണ് വരുന്നത്. ഇവിടെ പോയിട്ട് അലോ കൊടുക്കണം. അലോ കൊടുത്തു കഴിയുമ്പോൾ ഇനി മുതൽ നമ്മളുടെ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കേസിൽ വരും. അതാകുമ്പോൾ നിങ്ങൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ പരിപാടി. മെസ്സേജ് പ്രിവ്യൂ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ ചെയ്യാം. ക്വിക്ക് ആക്സസിൽ നമുക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും. എന്തൊക്കെ അതിലോട്ട് വെക്കണം വേണ്ട എന്നൊക്കെ ഉള്ളത് വയ്ക്കും. സ്പേഷ്യൽ ഓഡിയോ വെക്കണോ, സ്മാർട്ട് ടോക്ക് വെക്കണോ. സ്മാർട്ട് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ടോക്ക് ത്രൂവിലോട്ട് മാറും. പാട്ട് എല്ലാം നിന്നിട്ട് നമ്മൾ ആളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പം പാട്ട് തിരിച്ചു വരും. അതാണ് സ്മാർട്ട് ടോക്ക് എന്ന് പറയുന്നത്. വോയിസ് അവയർനെസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. അതാണ് സ്മാർട്ട് കേസിൻ്റെ പരിപാടി. ബെസ്റ്റ് ഫിറ്റ് അറിയാവുന്ന പോലെ നമുക്ക് എക്സ്ട്രാ ടിപ്സ് വരുന്നുണ്ട്. ആ ടിപ്സ് നമ്മുടെ ചെവിയിൽ അതിൽ കറക്റ്റ് ഫിറ്റാണോ നോക്കണ പരിപാടി. ഇത് തന്നെ മീഡിയം തന്നെ അത്യാവശ്യം നൈസാണ്. അതൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ഫിറ്റാണോ അല്ലേ എന്ന്. സ്മാർട്ട് ടോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് മ്യൂസിക് നിൽക്കും, എന്നിട്ട് ടോക്ക് ത്രൂ എന്ന് പറഞ്ഞ മോഡിലോട്ട് വരും. ഓക്കെ, പിന്നെ പേഴ്സണൽ സൗണ്ട് ആംപ്ലിഫിക്കേഷൻ സറൗണ്ടിങ് അനുസരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഫോൺ ലീക്കേജും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വേണമെങ്കിൽ അത് ഓൺ ചെയ്യാം. സ്മാർട്ട് ഓഡിയോ സ്വിച്ച് എന്ന് പറയുന്നത് പാട്ട് കേൾക്കുന്ന സമയത്ത് ഓഡിയോ മോഡും സിനിമ എല്ലാം കാണുന്ന സമയത്ത് വീഡിയോ മോഡിലോട്ട് മാറുന്നൊരു പരിപാടിയാണ്. പിന്നെ കൺട്രോൾസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. 1 ടാപ്പിൽ നണ്ണ് വയ്ക്കാം, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ടാപ്പ് ആൻഡ് ഹോൾഡ്,
ടാപ്പ് ആൻഡ് ഒരു ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പെയറിങ് മോഡിലോട്ട് പോകും. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ലെഫ്റ്റും റൈറ്റും നിങ്ങൾക്ക് ഇത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഓഡിയോ സോഴ്സ് ഒരേ സമയത്ത് 2 സാധനങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. LE ഓഡിയോ എന്ന് പറയുന്നത് ഒരു ഡെലിവർ ബെറ്റർ സൗണ്ട് ലോ പവർ യൂസേജ്. അതായത് ഇപ്പോൾ LDAC എന്ന് പറയുന്നത് ഒരുപാട് പവർ കൺസ്യൂം ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മൾ ബാറ്ററിയിൽ LDAC ഇട്ട് ANC ഇട്ടിട്ടാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ ഒരുപാട് ബാറ്ററി പടപടയം തീരും. നിങ്ങൾ ഈ LE ഇട്ട് കഴിഞ്ഞാൽ ആൻഡ് മോർ റിലയബിൾ വയർലെസ് പെർഫോമൻസ്. LE ഈസ് മോർ ലൈക്ക് അനദർ കോഡക് വിച്ച് ഇസ് വെരി പവർ എഫിഷ്യൻറ്റ് യെറ്റ് ഇറ്റ് വിൽ ഗിവ് എ ബെസ്റ്റ് സൗണ്ട് ക്ലാരിറ്റി. ഓഡിയോയിലോട്ട് പോകുമ്പോൾ ഇവിടെ LDAC വരും, ഞാൻ ഓൺ ആക്കിയിട്ടാണ് ഇട്ടിരുന്നത്. ഇക്വലൈസറിൽ വരുമ്പോൾ നമുക്ക് സ്റ്റുഡിയോ, ബേസ്, ക്ലബ്ബ്, എക്സ്ട്രീം ബേസ്, വോക്കൽ, ജാസ്, പിന്നെ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ബാൻഡ് EQ വരുന്നുണ്ട്. അടിപൊളി EQ ആണ്. ചെയ്യണ അനുസരിച്ചിട്ട് കറക്റ്റ് മാറുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി പൊളി. എനിക്ക് ഈ സ്റ്റുഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ എയറിയും കുറച്ചും കൂടെ ഒരു ലൈവ്ലിനെസ് കിട്ടുന്നുണ്ട് പാട്ട് കേൾക്കുമ്പോൾ. സോ ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. അഡാപ്റ്റീവ് EQ ഡിസേബിൾ ആണ്. അത് ഈ LDAC ഓഫ് ചെയ്താൽ മാത്രമേ അത് ഓൺ ആവത്തുള്ളൂ. പിന്നെ നമുക്ക് സ്പേഷ്യൽ സൗണ്ടും LDAC ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ സ്പേഷ്യൽ സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. സ്പേഷ്യൽ സൗണ്ട് ചെയ്യണമെങ്കിൽ സിനിമ കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാം. പേഴ്സണിഫൈ ഈസ് എ തിങ് ലൈക്ക് നമ്മളുടെ വോയിസിൻ്റെ ഒരു ടെസ്റ്റാണത്. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും, ആ ബീപ്പ് സൗണ്ട് അതൊരു ടെസ്റ്റാണ്. ആ ബീപ്പ് സൗണ്ട് കേൾക്കാതിരിക്കുന്നിടത്ത് നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇത് വെച്ച് നമ്മളുടെ ഇയർസിൻ്റെ ഇത് വെച്ചിട്ട് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഇക്വലൈസർ നമുക്ക് തരും. അടിപൊളി തന്നെയാണത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ LDAC ചെയ്യുന്ന സമയത്ത് ആ സാധനം പോകും. ലെഫ്റ്റ് റൈറ്റ് ബാലൻസ്, മാക്സ് വോളിയം ലിമിറ്റർ എന്ന് പറയുന്നത് അതിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സൗണ്ട് പോകത്തുള്ളൂ. അതിൻ്റെ അപ്പുറം ഹൈ വോളിയത്തിലോട്ട് പോകില്ല. സൗണ്ട് ലെവൽ ഒപ്റ്റിമൈസർ വരുന്നുണ്ട്. സൗണ്ട് സെറ്റിങ്സ്, വോയിസ് സെറ്റിങ്സ്, ഇതൊക്കെ കോളിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. വോയിസ് അവയർനെസ്, പിന്നെ പ്രൈവറ്റ് കോൾ മോഡ് കിടിലാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് വെച്ചിട്ട് ഒരു മൈക്കിന് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം. മറ്റേ മൈക്കിൽ കൂടെ കേൾക്കുകയും ഈ മൈക്കിൽ കൂടെ സംസാരിക്കുകയും. ഇപ്പോൾ പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മോഡ് കിടിലാണ്. ഓക്കെ. പിന്നെ ഇവിടെ വരുമ്പോൾ റിലാക്സിങ് മോഡ് മറ്റേ സാധനമാണ് കേട്ടോ. ANC പോയി. ഈ റിലാക്സിങ് മോഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് നോയ്സ് സാധനമാണ്. ഉറങ്ങാൻ സമയത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് കേൾക്കാം. ഫൈൻ മൈ ബഡ്സ് സാധനം മറ്റേ പടപട സൗണ്ട് ഉണ്ടാക്കും. പവർ സേവിങ്, ഇത്രയും സാധനങ്ങളാണ് ഈ ആപ്പിൽ വരുന്നത്. പക്ക ആപ്പാണ്. ആൻഡ് സൗണ്ട്സ് റിയലി നൈസ്. മൈ ക്ലാരിറ്റി ഈസ് വെരി ഗുഡ്. ഞാൻ ഇത്രയും ഫീച്ചേഴ്സ് തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സാധനത്തിന് ഇത്ര. പിന്നെ ബാറ്ററി ലൈഫ് കിടിലുമാണ്. എല്ലാ രീതിയിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. അതേപോലെ തന്നെ ഈ അണ്ണം ഈസ് വെരി കംഫർട്ടബിൾ. നമുക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാം. ഇതേപോലെ മടക്കി കൊണ്ടുപോകാം. നമുക്ക് ബട്ടൺസ് വരുന്നുണ്ട്. ഇത് ഓഫ് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് മോഡ്. ഇവിടെ ഓറാകാസ്റ്റ്, ഇതിലും ഓറാകാസ്റ്റ് ഉണ്ട്, ഇതും ഓറാകാസ്റ്റ് ഉണ്ട്. ഓറാകാസ്റ്റ് ഇസ് മോർ ലൈക്ക് ഓഡിയോ ഷെയറിംഗ് പരിപാടി. അത് നിങ്ങളുടെയൊക്കെ മിക്ക ഓറാകാസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് 2 TWS കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. സ്മോൾ ലൈക്ക് ഓഡിയോ ഷെയറിംഗ് പരിപാടി. പിന്നെ ഇവിടെ ടൈപ്പ് സിയുടെ ഇത് വരുന്നുണ്ട്, ലൈറ്റ് ഇൻഡിക്കേറ്റർ, വോളിയം അപ്പ് ഡൗൺ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. എനിക്കിവിടെ 2 മൈക്ക് ഞാൻ കണ്ട്, പക്ഷേ 4 മൈക്ക് അല്ലാതെ വരുന്നുണ്ട്. ഇവിടെ 2 മൈക്ക് വരുന്നുണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ അതാ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടായിരിക്കും. ഇത് കുറച്ചും കൂടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന് ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഫീൽസ് ആൻഡ് കിടിലുമാണ്. സോ പാട്ട് കേൾക്കണം. അപ്പം ഇതിൻ്റെ ANCയും പരിപാടിയൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ടോക്ക് ത്രൂവിൽ കുറച്ച് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ബട്ട് ദ ബിൽഡ് ക്വാളിറ്റി ഈസ് വെരി നൈസ്. വളരെ സോഫ്റ്റ് ആൻഡ് നല്ല പാഡിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. മെറ്റാലിക് ഹിഞ്ചസ് ആണ് വരുന്നത്. വൺ ബിൽഡ് ക്വാളിറ്റി. ഇതിൻ്റെ കളർ ഓറഞ്ച് ഒരു കളറുണ്ട്, കിട്ടില്ല ലുക്കാണ് കേട്ടോ അത്. നമ്മൾ വെച്ച് കഴിയുമ്പോഴും വളരെ സുഖമാണ്. നല്ല രീതിയിൽ തന്നെ ക്രാമ്പിങ് ഫോഴ്സ് ആണെങ്കിലും വളരെ സുഖമാണ്. പാട്ട് കേൾക്കാൻ ഒരു രക്ഷയില്ല. 40 mm ഡ്രൈവർ, ബേസ് ആയാലും എന്തിനായാലും കിടിലം. നല്ല വോളിയം കയറുന്നുണ്ട്. പുത്തൻ സാധനം. 2 മൈക്ക് വരുന്നുണ്ട്. നിങ്ങൾ സൂം മീറ്റിംഗ് നടത്തുമ്പോഴും ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് കേൾക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഓറാകാസ്റ്റ് വരുന്നുണ്ട്,
പിന്നെ സകല സാധനങ്ങളും ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. സോ അതാണ് എനിക്ക് ഈ ഒരു അണ്ണനെ പറ്റി പറയാനുള്ളത് ഗൈസ്. ഇതിൽ നമുക്ക് ഓറ കാസ്റ്റ് ചെയ്യാം, പ്ലേ ആൻഡ് പോസ്, LE ഓഡിയോ വരുന്നുണ്ട്, പിന്നെ LDAC സപ്പോർട്ട് വരുന്നുണ്ട്, സ്പേഷ്യൽ സൗണ്ട് വരുന്നുണ്ട്, പേഴ്സണിഫൈ എന്ന് പറഞ്ഞ ഇക്വലൈസർ വരുന്നുണ്ട്, അഡാപ്റ്റീവ് EQ വരുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ് സൗണ്ട് ബാലൻസ് വരുന്നുണ്ട്, മാക്സ് വോളിയം ലിമിറ്റർ വരുന്നുണ്ട്, സൗണ്ട് സെറ്റിങ്സ്, വോയിസ് അവയർനെസ്, മറ്റേ റിലാക്സിങ് മോഡ്, പവർ ഓഫ്, ഓട്ടോമാറ്റിക് ഓഫ് ആൻഡ് ഓൺ, അതെല്ലാം നിങ്ങൾക്ക് ഈ സാധനത്തിലും വരുന്നുണ്ട്. ഐ ആം വെരി ഹാപ്പി വിത്ത് ദീസ് 2 പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒരു ഐറ്റം നോക്കുന്നവർ, JBL ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരോ, എനിക്കറിയാവുന്ന ഒരുപാട് JBL ഫാൻസ് ഉണ്ട്, അവർക്കൊക്കെ കണ്ണും പൂട്ടിയെടുത്താൽ പറ്റിയ സൗണ്ട്. അതായത് JBL ഇപ്പോഴും ഞാൻ പറഞ്ഞു 10 മില്ലിമീറ്റർ വെച്ചിട്ട് അവന്മാർ എങ്ങനെയാണ് ഇങ്ങനെ ഈക്വലൈസിങ് ചെയ്യണമെന്ന് കളി അറിയണം. മറ്റേ പറയുമല്ലോ, നമ്മൾ കളിക്ക് അറിയണവന്മാർക്ക് എന്തിന് കൊടുത്താലും അവന്മാർ എടുത്തിട്ട് കളിക്കും, അതുപോലെയാണ്. ഒരു രക്ഷയില്ല. ഇത് കിടില നല്ല രസമുണ്ട് പാട്ട് കേൾക്കാനൊക്കെ. മുട്ടാൻ ബേസാണ് ഇതിൻ്റെ സാധനത്തിൽ നിന്ന് പറഞ്ഞാൽ. വൻ എൻജിനീയറിംഗ് ആണ് നമ്മൾ സൗണ്ടിൽ പിടിച്ചേക്കണം. രണ്ടും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇതിൻ്റെ അകത്ത്, ഈ പെട്ടിയുടെ അകത്ത് ഇത് ഇങ്ങനത്തെ ഒരു തുണിയും വരും, ഈ സാധനവും വരും, പിന്നെ മറ്റേ ഓക്സിലറി കേബിളും Type-C. അപ്പം നിങ്ങൾക്ക് ഐഫോണോ ഏത് Type-C വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാം, വയർ വെച്ചും കണക്ട് ചെയ്യാം. Type-C ഇവിടെ Type-C ഇവിടെ കുത്തിയിട്ട്, മറ്റേ ഓക്സിലറിയിൽ കുത്തണം. ഞാൻ വിചാരിച്ചു മറ്റേ നേരെ ഉൾട്ടായിരിക്കുമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ രണ്ടും കൊടുക്കായിരുന്നു, Type-C to Type-C കൊടുക്കായിരുന്നു. അതില്ല. എന്തിനാണെങ്കിലും അത്രയും സാധനങ്ങൾ അതിൻ്റെ അകത്ത് വരണ നല്ല ഇവിടെ ഒരു ചെറിയൊരു പൗച്ച്, മറ്റേ വയർ വെക്കാനായിട്ടുള്ള ഒരു പൗച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ മൈജിയിലോട്ട് വിട്ടോളി, അല്ലെങ്കിൽ ആമസോണിലായിരിക്കും മിക്കവാറും വരുന്നത്. ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ വരും. വല്ല ലിങ്കോ കാര്യങ്ങളും വരികയാണെങ്കിൽ ഞാൻ അടുത്ത് ഇട്ട് കാണിച്ചു തരാം. അത് പറയാം. ടാറ്റ ബൈ ബൈ, സീ യു.